ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യഹോവ ഈരെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 14 വാക്യം. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ പൂർണ്ണ സ്നേഹത്തോടെ കർത്താവിലേക്ക് നോക്കുക. അവനെ യഹോവ ഈരെ എന്ന് വിളിക്കുക. ഇത് നമ്മുടെ ദൈവത്തിന്റെ അനേകം നാമങ്ങളിൽ ഒന്നാണ്. ഈ പേര് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കട്ടെ. യഹോവ ഈരെ എന്ന പേരിന്റെ അർത്ഥം കർത്താവ് നൽകും അല്ലെങ്കിൽ കർത്താവ് പരിപാലിക്കും എന്നാണ്. കർത്താവ് എപ്പോൾ പരിപാലിക്കും? നമ്മുടെ എല്ലാ ഭാരങ്ങളും ഉത്കണ്ഠകളും അവന്റെ മേൽ ചുമത്തുമ്പോൾ മാത്രമേ അവൻ പരിപാലിക്കുകയുള്ളൂ. നമ്മുടെ എല്ലാ ഭാരങ്ങളും നാം ചുമക്കുകയാണെങ്കിൽ അവൻ എങ്ങനെ പരിപാലിക്കും? അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ്, നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ അതിനെ ചുമക്കും എന്ന് സങ്കീർത്തനം 55 അധ്യായം 22 വാക്യത്തിൽ പറയുന്നത്. അപ്പോസ്തലനായ പത്രോസ് 1 പത്രോസ് 5 അധ്യായം 7 വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന്. നമുക്ക് കർത്താവിൽ 100 കോടി തവണയും അനന്തമായും വിശ്വസിക്കാം. 2 തീമോഥെയോസ് 1 അധ്യായം 12 വാക്യത്തിൽ അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ കടപ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ കരകയറുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വിഷമമുണ്ടോ? യഹോവയെ വിളിക്കുക, യഹോവ ഈരെ എന്ന്. നിങ്ങളുടെ മക്കളുടെ വിവാഹം വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? യഹോവയെ വിളിക്കുക, യഹോവ ഈരെ എന്ന്. നിങ്ങളുടെ ബിസിനസ്സിലെ ഒരു പരുക്കൻ പാച്ചിലൂടെ തുടർച്ചയായ നഷ്ടങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? യഹോവയെ വിളിക്കുക, യഹോവ ഈരെ എന്ന്. അവൻ പരിപാലിക്കുകയും അവൻ നൽകുകയും ചെയ്യും. ബലിയർപ്പിക്കാൻ ആട്ടിൻകുട്ടിയെ കിട്ടാതെ ഇസഹാക്കിനെ വിഷമിപ്പിച്ചപ്പോൾ അബ്രഹാം അവനോട് പറഞ്ഞ വാക്കുകൾ ഇതാണ്: മകനെ, ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളുമെന്ന്. ഇത് ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 8 വാക്യത്തിൽ കാണാൻ സാധിക്കും. അവൻ വിശ്വസിച്ചതുപോലെ അബ്രഹാം കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഒരു ആട്ടുകുട്ടൻ അതിന്റെ കൊമ്പിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. അങ്ങനെ അബ്രഹാം ചെന്ന് ആട്ടുകുട്ടനെ എടുത്ത് തന്റെ മകന് പകരം ഹോമയാഗമായി അർപ്പിച്ചത് ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 13 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെയായാലും വിശ്വാസത്തോടെയും സ്തുതിയോടെയും യഹോവ ഈരെ എന്ന നാമം പ്രഖ്യാപിക്കുക. ആ നാമവും നിങ്ങളുടെ പ്രഖ്യാപനവും കേട്ട് സാത്താൻ ലജ്ജിക്കും, യഹോവ സന്തോഷിക്കും. അവൻ നിങ്ങളെ സംബന്ധിച്ചുള്ളതെല്ലാം നൽകുകയും പൂർണ്ണമാക്കുകയും ചെയ്യുന്നവനാണ്. സിംഹങ്ങളുടെ ഗുഹയിലേക്ക് എറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? യഹോവ ഈരെ എന്ന നാമം പ്രഖ്യാപിക്കുക. സിംഹങ്ങളുടെ വായ് കെട്ടാനും നിങ്ങൾക്ക് വിജയം നൽകാനും യഹൂദയുടെ സിംഹമായി നമ്മുടെ കർത്താവ് അവിടെയുണ്ട്. തീച്ചൂള 7 ഇരട്ടി ചൂടാക്കിയോ, യഹോവ ഈരെ എന്ന് വിളിക്കുക. ദൈവപുത്രൻ ഇറങ്ങി വന്ന് ആ തീച്ചൂളയിൽ നിന്നോട് കൂടെ നടക്കുകയും എല്ലാ ആപത്തുകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. ദൈവമക്കളെ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ഭയവും ഉത്കണ്ഠയുമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തിരമാലകളായി കടന്നു വരുന്നുണ്ടോ? യഹോവ ഈരെ എന്ന് വിളിക്കുക. നിങ്ങളുടെ ഭാവി തന്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിന് നിങ്ങൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 138 അധ്യായം 8 വാക്യം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ദിനവൃത്താന്തം 13-14 അധ്യായങ്ങൾ, വൈകുന്നേരം യോഹന്നാൻ 12 അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.